കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP-യുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് വ്യക്തമാകുന്നില്ല. തന്നെ വേണ്ടെങ്കിൽ തനിക്കും വേണ്ട എന്ന കോൺഗ്രസിനുള്ള ഒരു മുന്നറിയിപ്പിൽ ഉത്തരം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് തരൂർ. കേരളത്തിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്നാണ് ഇപ്പോൾ ശശി തരൂർ MP പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് എല്ലാ കേരളീയരുടെയും പുരോഗതി ആഗ്രഹിക്കുന്നവരിൽ ഒരാളാണ് താനെന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതായത് അദ്ദേഹം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുമതലയിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളത് അദ്ദേഹം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവാക്കൾ ഇന്ന് കേരളം വിടുകയാണെന്നും ആ യുവാക്കൾ കേരളത്തിൽ നിൽക്കാനും വളരാനുമുള്ളൊരു സാഹചര്യമുള്ള കേരളത്തിനായി പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണെന്നും നേതൃസ്ഥാനം ഏറ്റെടുക്കാമെന്ന സൂചന നൽകിയിരിക്കുകയാണ് ശശി തരൂർ. അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് തന്നെ നിർദ്ദേശിക്കണമെന്നും താൻ അതിന് യോഗ്യനാണെന്നും പറയുന്നതിൻ്റെ മറ്റൊരു രൂപമാണ് ശശി തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന നാടകങ്ങളിൽ കൂടുതൽ എണ്ണയൊഴിക്കാനില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. എങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് താൻ തന്നെ എന്നുള്ളതിൻ്റെ ഒരു സൂചന അദ്ദേഹം നൽകുകയും തന്നെ കാണിച്ചാൽ കേരളത്തിൽ സുഖമായി കോൺഗ്രസിന് അധികാരത്തിലെത്താമെന്നും അദ്ദേഹം ആധികാരികമായി പറയുകയാണ്. 45 മിനിറ്റ് നീണ്ട ഒരു അഭിമുഖത്തിൽ കാര്യങ്ങൾ വളരെ വിശദമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. 26-ാം തീയതി വരേണ്ട പോഡ്കാസ്റ്റ് ഇന്ന് ബ്രേക്കിംഗ് ന്യൂസ് ആക്കുമെന്ന് അദ്ദേഹം കരുതിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. 2 വരിയെടുത്ത് നൽകിയ തലക്കെട്ട് വിശദീകരിച്ച കാര്യങ്ങളോട് യോജിക്കാനില്ല എന്നും തരൂർ വ്യക്തമാക്കുന്നു. പാർട്ടിക്ക് തൻ്റെ സേവനങ്ങൾ വേണ്ടയെങ്കിൽ തനിക്കും ഇതിനു മുന്നിൽ വഴികളുണ്ട് എന്നായിരുന്നു ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ തരൂർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിലെ പാർട്ടിക്ക് നേതൃപ്രതിസന്ധി ഉണ്ടെന്നും കഠിനാധ്വാനം ചെയ്തില്ല എങ്കിൽ മൂന്നാമതും കേരളത്തിൽ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നത് താൻ തന്നെയാണ് അതിനുള്ള ഏറ്റവും നല്ലൊരു ചോയ്സ് എന്നുള്ള ഒരു സൂചനയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. തരൂരിനെ കാണിച്ചാൽ ഒരുപക്ഷെ CPM-ന് വരെ ഭരണം ലഭിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നത് പറയുമ്പോൾ ശശി തരൂർ സ്വന്തം പാർട്ടിയായ കോൺഗ്രസ് തന്നെ മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ നീരസവും ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. തന്നെ മുന്നിൽ നിർത്തിയാൽ കേരളത്തിൻ്റെ ഭരണം സുഗമമായി പിടിച്ചെടുക്കാമെന്നുള്ള ശശി തരൂറിൻ്റെ മോഹവും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ആശയവും ഇപ്പോൾ തന്നെ ഒരു കൊല്ലം മുന്നേ തന്നെ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശശി തരൂർ എന്ന പേര് ഉണ്ടാവുമെന്നുള്ളതിൻ്റെ സൂചന അദ്ദേഹം തന്നെ നൽകിയത് കേരളത്തിൽ കോൺഗ്രസിനകത്ത് ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്ന് ഉറപ്പാണ്. രമേശ് ചെന്നിത്തലയും VD സതീശനും മുരളീധരനും അതുപോലെ മറ്റു കുറേ നേതാക്കന്മാരും ഉള്ള ഒരു സാഹചര്യത്തിൽ ശശി തരൂർ കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പേരിൽ വരികയാണെങ്കിൽ അത് കോൺഗ്രസിനകത്ത് വലിയ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ദേശീയ തലത്തിലും തിരിച്ചടിക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തലെന്നാണ് ശശി തരൂർ തുറന്നു പറയുന്നത്. അങ്ങനെ തന്നെ AICC പ്രസിഡന്റാക്കുന്ന കാര്യത്തിൽ പോലും വലിയ രീതിയിലുള്ള എതിർപ്പ് കാണിച്ച നേതൃത്വത്തെ അദ്ദേഹം പലപ്പോഴായി ഇപ്പോൾ പിടിച്ചു നിർത്തുകയാണ്. ഏതായാലും ശശി തരൂറിന് കേരളം ഭരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരും നാളുകളിൽ കോൺഗ്രസിനകത്ത് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു.